ഒരു 11:30 അപ്പോൾ ഞാൻ വർക്കിന് പോകാനായിട്ട് റെഡിയായി. നമുക്കിന്ന് റിസപ്ഷൻ വർക്കാണുള്ളത്. അപ്പോൾ ദേ ഞാനും ഗോപിയും ഇങ്ങനെയാണ് പോകുന്നത്. ഇന്ന് ഗോപിയാണ് എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. പോകുന്ന വഴിക്ക് ഗൂഗിൾ മാപ്പ് ചെറുതായിട്ടൊന്ന് ചതിച്ചായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് എത്തി. അങ്ങനെ ചെന്ന് പറഞ്ഞതേ മുടിയൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് ആതിര. ഏകദേശം ഒരു 8 മാസത്തിന് മുന്നേ തന്നെ ആതിരയുടെ ചേച്ചി ഐശ്വര്യ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഒരു ബ്രൈഡൽ മേക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രൈഡിന്റെ ഫ്രണ്ട് ആയിരുന്നു ഐശ്വര്യ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനിയായി. അപ്പോൾ അന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം എൻ്റെ കല്യാണം അല്ല അനിയത്തിയുടേതായിരിക്കും, അപ്പോൾ എന്തായാലും ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസം കഴിഞ്ഞ് കല്യാണത്തിന് ഡേറ്റ് എടുത്ത സമയത്ത് തന്നെ ഐശ്വര്യ ആദ്യം എന്നെ വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ബേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്കിൻ ഫിനിഷ് മേക്കപ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്കിൻ ഫിനിഷ് മേക്കപ്പ് ലുക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു ലോങ് കേൾസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ആദ്യയുടെ മുടി നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെ ചേച്ചി ഐശ്വര്യ. ഐശ്വര്യക്ക് ഒരു ലൈറ്റ് മേക്കപ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ആണ് കേട്ടോ വന്നത്. ആകെ ഒരു 5-10 മിനിറ്റേ കിട്ടിയുള്ളൂ. കാരണം ഐശ്വര്യ ഭയങ്കര ബിസി ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഐശ്വര്യയാണ് കേട്ടോ. ഈ ഒരു കല്യാണത്തിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ആതിരയുടെ കല്യാണം നടത്തുന്നത് ഐശ്വര്യയാണ് കേട്ടോ. ഈ 26-ാം വയസ്സിൽ അനിയത്തിയുടെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞ ഒരു വലിയൊരു കാര്യമാണ്. എനിക്ക് സങ്കടവും സന്തോഷവും ഒരുപോലെ വന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം എല്ലാത്തിനും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഐശ്വര്യയാണ്. ആദ്യം അവള് കല്യാണം കഴിഞ്ഞ് പോയാൽ അമ്മയുടെ അനിയത്തിയുടെ കാര്യമൊന്നും പിന്നെ നോക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവൾ സത്യം പറഞ്ഞാൽ ആദ്യം ആതിരയുടെ കല്യാണം നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ചേച്ചി ഇത്രയും കിടന്ന് ഓടി കഷ്ടപ്പെടുന്നതുകൊണ്ട് അനിയത്തി കരയുന്നു. അനിയത്തിനെ പിരിയാൻ വയ്യാത്തതുകൊണ്ട് ചേച്ചിയും കരച്ചിലായിരുന്നു. രണ്ടുപേരും കരയാതെ ഒന്ന് ഓക്കെയൊക്കെ എടുക്കുന്നതിന് കുറച്ച് സമയം എടുത്തു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ അപ്പം കരയും രണ്ടുപേരും. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു. ഗോപു പറഞ്ഞു ഇവിടെ ഒരു മോമോസ് ഇട്ടുന്ന അടിപൊളി കടയുണ്ടെന്ന്. ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. ഗോപു തന്നെയാണ് ഓർഡർ ഒക്കെ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഫ്രൈഡ് മോമോസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മോമോസ് ഒക്കെ കഴിച്ചൊരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്.